നിസ്സാരമായ ഒരു വീഴ്ച കാരണം നെട്ടിൽ നിന്ന് ക്ഷതമേറ്റ് പരസഹായമില്ലാതെ ഒന്നനങ്ങാൻ പോലുമാവാതെ അസഹ്യമായ വേദന കടിച്ചിറക്കി ജീവിതം തള്ളി നീക്കുന്ന ഒരു കുടുംബനാഥൻ ഒരുപക്ഷെ നാളെ നാമോ നമുക്ക് വേണ്ടപ്പെട്ടവരോ ആയേക്കാം. ഇത്തരം നിരവധി പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി, സ്വന്തത്തിനു വേണ്ടി നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടാൻ പോലും കഴിയാതെ നമ്മെ ആശ്രയിക്കാൻ വിധിക്കപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടിയാണ് അത്താണിക്കൽ കാരുണ്യ കേന്ദ്രത്തിന്റെ വാളണ്ടിയർമാർ നിങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നത്. നിർലോഭം നിറഞ്ഞ മനസ്സോടെ സഹായങ്ങൾ അർപ്പിക്കുക. പ്രയാസം അനുഭവിക്കുന്നവന്റെ നിറഞ്ഞ മനസ്സോടെയുള്ള പ്രാർത്ഥനകൾ നാളെ നിങ്ങൾക്ക് വേണ്ടി നന്മയുടെ സാക്ഷ്യം അടയാളപ്പെടുത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഭാരം ഇറക്കി വെക്കാനുള്ള അത്താണിക്ക് വേണ്ടി, സ്നേഹത്തോടെയുള്ള ഒരു തലോടലിനു വേണ്ടി, ആശ്വാസമേകുന്ന ഒരു വാക്കിനു വേണ്ടി, ആർദ്രതയുള്ള ഒരു നോട്ടത്തിനു വേണ്ടി, ആശയറ്റ മുഖങ്ങളും ആശ്രയത്തിടുന്ന കണ്ണുകളുമായി നമുക്ക് ചുറ്റും നമ്മെ കാത്തിരിക്കുന്ന ഒരുപാട് ആർദ്രരും അവസരമുണ്ട്. പ്രിയമുള്ളവരെ, അവരെ അവഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാവുമോ? നാം ഓരോരുത്തരും അടുത്ത തമ്പുരാൻ ഹൃദയത്തിൽ കൈയൊപ്പിട്ടവരാണെന്ന് ഓർക്കുക. സമയം, സമ്പത്ത്, സാമൂഹ്യ പിന്തുണ, ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കായി ഒരൽപ്പം നീക്കി വെക്കാനുള്ള മനസ്സ് ഇവ നൽകി ഈ ജനകീയ കൂട്ടായ്മയിൽ നിങ്ങളും പങ്കാളികളാവുക. പൂക്കോട്ടൂർ, മുറയൂർ പഞ്ചായത്തുകളിലും പരിസര പ്രദേശങ്ങളിലുമായി 300-ൽ പരം രോഗികളാണ് ഇപ്പോൾ അത്താണിക്കൽ കാരുണ്യ കേന്ദ്രത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. 5 ലക്ഷത്തോളം രൂപയാണ് പ്രതിമാസം ഈ രോഗികൾക്കായി ചെലവഴിക്കേണ്ടി വരുന്നത്. സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഈ സംരംഭത്തിന്റെ മൂലധനം. പ്രിയമുള്ളവരെ, ഈ നിഷ്കാമ കർമ്മത്തിൽ നിങ്ങളും പങ്കാളികളാവുക. ജനസേവനം ദൈവാരാധനയാണെന്ന് നാം തിരിച്ചറിയുക. പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കുക. ഇത് ദൈവമാർഗത്തിലുള്ള സമരമാണ്. ദേഹം കൊണ്ടും ധനം കൊണ്ടുമുള്ള സമരം. പടച്ചതമ്പുരാൻ സ്വർഗം പകരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത വിശുദ്ധ സമരം. ഈ സമരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ നൽകുന്നതിൻ്റെ 700 ഇരട്ടിയായി പടച്ചതമ്പുരാൻ അവന്റെ സന്നിധിയിൽ നിങ്ങൾക്കായി കാത്തുവെക്കുന്ന ദാനധർമ്മങ്ങളാണ് അത്താണിക്കൽ കാരുണ്യ കേന്ദ്രത്തിന്റെ മൂലധനം. പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞ് ഈ മഹൽ സംരംഭത്തെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. മറക്കാൻ പാടില്ലാത്ത ചില മുഖങ്ങളുണ്ട് നമുക്ക് ചുറ്റും. നാം വിരൽത്തുമ്പ് നീട്ടിയാൽ മാത്രം മുന്നോട്ട് നടക്കാൻ കഴിയുന്നവർ, വൃക്കരോഗത്തെ തുടർന്ന് മരണം മാത്രം അവസാന പ്രതീക്ഷയായി കഴിഞ്ഞുകൂടുന്നവർ, ഇല്ലായ്മയുടെ മേൽക്കൂരക്ക് കീഴെ ഡയാലിസിസിന് പണമില്ലാതെ വേദന സഹിക്കുന്നവർ, വിധിയുടെ എരിവയിലത്ത് നിൽക്കുന്ന ഈ നിർഭാഗ്യവാന്മാർക്ക് വേണ്ടി ഒരു തുരുത്തൊഴുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് അത്താണിക്കൽ കാരുണ്യ കേന്ദ്രം. അത്താണിക്കൽ കാരുണ്യ കേന്ദ്രത്തിന്റെ പുതുസംരംഭമായ സൗജന്യ ഡയാലിസിസ് സെന്ററിന് സുമനസ്സുകളുടെ നിറഞ്ഞ പിന്തുണയിൽ സ്ഥലവും കെട്ടിടവും പശ്ചാത്തല സൗകര്യങ്ങളും ഏറെക്കുറെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ടത് പ്രതിമാസം 750 ഡയാലിസുകൾ സൗജന്യമായി നൽകുന്നതിനുള്ള വിഭവ സമാഹരണമാണ്. ഒരു സഹജീവിയുടെ ജീവൻ നിലനിർത്താൻ ദാരിദ്ര്യം മരണമുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ഏതെങ്കിലും ഒരു വൃക്കരോഗിയെ സ്നേഹവും ജീവിതവും നൽകി കൈപ്പിടിച്ചുയർത്താൻ പ്രതിമാസം 1000 രൂപ നീക്കിവെക്കാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ ഈ സേവനയാത്രയിൽ താങ്കളും പങ്കാളിയാകണമെന്ന് അപേക്ഷിക്കുകയാണ്. വാളണ്ടിയർ സേവനത്തിന് സമയം കണ്ടെത്തിക്കൊണ്ടും പ്രതിമാസ വാർഷിക വരിസംഖ്യ നൽകിക്കൊണ്ടും വീടുകളിലും കടകളിലും സംഭാവന പെട്ടികൾ സ്ഥാപിച്ചുകൊണ്ടും കാരുണ്യ കേന്ദ്രത്തിന്റെ ഈ പ്രയാണത്തിൽ താങ്കൾക്കും പങ്കാളിയാകാം. നിർധന രോഗികൾക്കുള്ള റേഷൻ പദ്ധതിയിലേക്ക് അരി, പഞ്ചസാര തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളും ആംബുലൻസിനും ഹോം കെയർ വാഹനങ്ങൾക്കുമുള്ള ഡീസൽ, പെട്രോൾ, ഒരു ഡയാലിസിന് പ്രതിമാസം 1000 രൂപ വീതം, ഹോം കെയർ ടീമിന് വീടുകളിൽ ഉച്ചഭക്ഷണ സൗകര്യം, ഡോക്ടർ, നഴ്സ്, ഡ്രൈവർ, മറ്റു ജീവനക്കാർ എന്നിവർക്കുള്ള ശമ്പളം, അനാഥ കുട്ടികൾക്ക് പ്രതിമാസ പഠന സഹായം, ഓക്സിജൻ സിലിണ്ടർ, എയർബഡ് തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ, ആഘോഷ ദിവസങ്ങളിൽ നിർധന രോഗികളുടെ കുടുംബങ്ങൾക്ക് ഭക്ഷണം, വസ്ത്രം, വികലാംഗർക്ക് നിത്യരോഗികൾക്കുമുള്ള വീൽചെയർ തുടങ്ങിയവ സ്പോൺസർ ചെയ്ത് പാവങ്ങളെ സഹായിക്കുന്ന അത്താണിക്കൽ കാരുണ്യ കേന്ദ്രം എന്ന ജനസേവന ചങ്ങലയിൽ താങ്കൾക്കും കണ്ടുചേരാം. പ്രിയമുള്ളവരെ, മാറാരോഗികൾക്കും മരണാസന്നർക്കുമൊപ്പം സാന്ത്വന സ്പർശവുമായി 9ാം വർഷത്തിലേക്ക് കടക്കുകയാണ് കാരുണ്യ കേന്ദ്രം അത്താണിക്കൽ. വാർദ്ധക്യത്തിന്റെ നോവുകളുമായി ജീവിതം തള്ളി നീക്കുന്ന വൃദ്ധരെയും നിലച്ചിരിക്കാത്ത നേരത്ത് മാറാരോഗങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്ന ഹതഭാഗ്യരെയും പരിപാലിക്കുന്നതിന്, അവരുടെ കുടുംബത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതതാളം തിരികെ നൽകുന്നതിന് പൊതുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന ഒരു മഹത് സ്ഥാപനമാണ് കാരുണ്യ കേന്ദ്രം അത്താണിക്കൽ. ആജീവനാന്തം പരാശ്രയത്തോടുകൂടി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെടും. പൊട്ടിപ്പൊളിഞ്ഞ തറയിൽ മുറിവുകൾ തട്ടി വേദന കൊണ്ട് പൊളയുന്നു. മലമൂത്ര വിസർജന സംവിധാനത്തിന് വേണ്ടി മാത്രം പ്രതിമാസം 1000 ചെലവഴിക്കേണ്ടി വരുന്നു.
നെട്ടലിനും ക്ഷതപറ്റി വർഷങ്ങളായി പുറംലോകം കാണാത്തവരും അബോധാവസ്ഥയിൽ കഴിയുന്നവരും ജീവിതകാലം മുഴുവൻ ഡയാലിസിന് വിധിക്കപ്പെട്ടവർ, ഒരേ വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒന്നിലധികം രോഗികൾ, മാറാരോഗികളായ മാതാപിതാക്കളെ നോക്കി കണ്ണിൽ ദൈനംദിനമായി നിൽക്കുന്ന പിഞ്ചുമക്കൾ, ചികിത്സാ ചിലവ് വഹിക്കാൻ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് തളർന്നു കിടക്കുന്ന ഗൃഹനാഥന്മാർ, അവർക്കരികെ തൊഴിലിന് പോകാനാവാതെ മക്കൾ, ജീവിത സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയ പെൺകുട്ടികൾ. കടുത്ത പ്രയാസത്തിലൂടെ മാറാരോഗികളും അവരുടെ കുടുംബങ്ങളും കടന്നു പോകുമ്പോൾ മാറാരോഗികൾ എന്ന് വിധിയെഴുതി ആതുരാലയങ്ങൾ കൈയൊഴിഞ്ഞ ഈ നിർധനരും നിസ്സഹായരുമായ രോഗികളെ സഹായിക്കുന്നതിന് അത്താണിക്കൽ കാരുണ്യ കേന്ദ്രത്തിന്റെ വാളണ്ടിയർമാർ നിങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുകയാണ്. നിറഞ്ഞ മനസ്സോടെ നിർലോഭം സഹായങ്ങൾ അർപ്പിക്കുക. 8 വർഷം പിന്നിടുന്ന അത്താണിക്കൽ കാരുണ്യ കേന്ദ്രത്തിൽ